ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് മുംബൈ വാങ്കഡ സ്റ്റേഡിയമാണ്. എല്ലാ ക്രിക്കറ്റ് ആരാധകർക്കും അറിയാം, 2011 ഇന്ത്യ വേൾഡ് കപ്പ് പൊക്കിയ സ്ഥലമാണിത്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്റ്റേഡിയം തന്നെയാണിത്. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ മുംബൈ സ്റ്റേഡിയം ഒന്ന് കാണണമെന്ന്. അങ്ങനെ നമ്മൾ മുംബൈ ചെന്നിട്ട് ഫസ്റ്റ് നമ്മൾ അങ്ങോട്ടാണ് പോയത്. കാര്യം ആ വാങ്കഡ സ്റ്റേഡിയം എങ്ങനെയെങ്കിലും ഒന്ന് കാണണം. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളും അവിടെ ചെന്നിട്ട് എങ്ങനെ കയറാൻ പറ്റുമോ കാണാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ നോക്കാം. Absolutely magnificent. Dhoni finishes off in style. A magnificent strike into the crowd. India lift the World Cup after 28 years. The parties start in the dressing room, and it's an Indian captain who's been absolutely magnificent in the night of the final. Well, he's demolished it. He really has. 91 from 79 deliveries. MS Dhoni, 8 fours, 2 sixes. Look at the scenes here. Great joy at the 1K. ഈ കമൻട്രി ഇപ്പോഴും മറക്കാത്തവരാണ് നമ്മളിൽ പലരും. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഈ വാങ്കഡ സ്റ്റേഡിയവും സച്ചിനെയൊക്കെയാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ടാണ് എന്തായാലും ഫസ്റ്റിലെ തന്നെ നമുക്ക് ഈ വാങ്കഡ സ്റ്റേഡിയം കാണാൻ പോകുന്നത് തീരുമാനിച്ചത്. നമ്മളിപ്പോൾ ഈ കാണുന്നത് മുംബൈ മറൈൻ ഡ്രൈവ് ആണ്. അങ്ങനെ നമ്മളവിടെ എത്താറായി. ഇത് മുംബൈ സെൻട്രലിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടെ എത്താനായിട്ട്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നമ്മളവിടെ എത്തിയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് അവിടെ അവർ കയറ്റി വിടത്തില്ല. അവിടെ പ്രത്യേകം പാസും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ അവർ പറയുന്നത് പറഞ്ഞാൽ ഒട്ടും കയറ്റി വിടത്തില്ല, ഫുള്ള് സെക്യൂരിറ്റിയാണ്. അവരവിടുന്ന് പുറത്തുനിന്ന് മാത്രം കണ്ടോളാനാണ് പറയുന്നത്. പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റത്തില്ല, ലൈറ്റ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടുത്തെ മെയിൻ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളവിടുന്ന് തിരിച്ച്. എന്തായാലും നിങ്ങൾ അവിടുത്തെ എൻട്രൻസ് ഞാനൊന്ന് കാണിക്കാം.